ഹായ് ഓൾ, വെൽക്കം ടു സെമി കോളൻ. LBS MC എൻട്രൻസ് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഈ കഴിഞ്ഞ 29-ാം തീയതി LBS MC എൻട്രൻസിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ്ഡായി. നിങ്ങൾക്ക് ആ ദിവസം തൊട്ട് തന്നെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 25-ാം തീയതിയാണ്. മെയ് 25 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ LBS MCA 2026 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ എടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഹോം, പ്രോസ്പെക്ടസ്, നോട്ടിഫിക്കേഷൻ, ഇൻസ്ട്രക്ഷൻ, കോൺടാക്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് റിലീസ്ഡ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് നോക്കണമെങ്കിൽ പ്രോസ്പെക്ടസ് എടുക്കാം. അതേപോലെ നോട്ടിഫിക്കേഷൻ, റിലീസ്ഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇനി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ഡൗട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനോ LBSന്റെ നമ്പർ, അതേപോലെ ലാസ്റ്റ് ഇയറിലുള്ള MCAയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നിങ്ങൾ ഹോം ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ കൊടുക്കുക. ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇമെയിൽ അഡ്രസ്സിലും മൊബൈൽ നമ്പറിലും ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു പാസ്വേഡും, ഒരു കൺഫേം പാസ്വേഡ്, അതേ പാസ്വേഡ് തന്നെ ഇവിടെയും കൊടുക്കുക. ക്യാപ്ചയും കൊടുത്ത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റേർഡ് ആവും. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന പേജാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വിഡ്ത്തിലും ഹൈറ്റിലും സൈസിലും ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇത് നിങ്ങൾ ഇനിഷ്യലി കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേജ് 2 വരും. പേജ് 2-ൽ നിങ്ങളുടെ ആൾട്ടർനേറ്റ് കോൺടാക്ട് എന്താണോ അത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ നാഷണാലിറ്റി, നേറ്റിവിറ്റി, അതിൽ 2 ഓപ്ഷനെ കാണുള്ളൂ, കേരളൈറ്റ്, നോൺ കേരളൈറ്റ്. നിങ്ങളുടെ റിലീജിയൻ കൊടുക്കുക, കമ്മ്യൂണിറ്റി കൊടുക്കുക, കാറ്റഗറി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, കാസ്റ്റ് കൊടുക്കുക. ഇനി ഇതിന് ശേഷമുള്ള ഈ ഒരു ഇത് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ EWS ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, എക്സ് കൊടുക്കുക. നിങ്ങൾക്ക് OBC അല്ലെങ്കിൽ നോൺ SCBC ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, എസ് കൊടുക്കുക. OEC ആണെങ്കിൽ ഫീ കൺസെഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക. ഇനി ഫിഷർമാന്റെ കൺസെഷൻ ഉണ്ടെങ്കിൽ അതിന് എസ് കൊടുക്കുക. പിന്നെ ഡിഫറെന്റ് ലേബിൾ ആണെങ്കിൽ അതിൽ എസ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ എന്ത് എസ് കൊടുത്താലും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ നെക്സ്റ്റ് പേജിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി പേജ് 3-ൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പേജ് D-ൽ നിങ്ങളുടെ പാരന്റ് ഡീറ്റെയിൽസും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൽ പാരന്റ് നെയിം, പാരന്റ് ഓക്യുപ്പേഷൻ, ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ്, സ്റ്റേറ്റ് കേരള ആയിരിക്കും, പിന്നെ പിൻകോഡ്, ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് പേജ് 4-ലേക്ക് പോകും. പേജ് 4-ൽ നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ ക്വാളിഫൈങ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. 2 ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് ക്വാളിഫൈങ് എക്സാമിനേഷൻ ഒന്നെങ്കിൽ പാസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ അപ്പിയറിംഗ് ആയിരിക്കാം. ആൾറെഡി നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എക്സാം എഴുതിയിട്ട് റിസൾട്ട്സിന് വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അപ്പിയറിംഗ് കൊടുക്കുക. അല്ല പാസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ലാസ്റ്റ് ഇയർ പാസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ പാസ്ഡ് കൊടുക്കുക. രണ്ടായാലും നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ 2026 ആയിരിക്കും ഇയർ ഓഫ് പാസിംഗ്. നിങ്ങളുടെ ക്വാളിഫൈങ് എക്സാം ഏതാണോ, BSc ആണോ, BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഏത് സ്ട്രീം ആണെന്നുള്ളത് കൊടുക്കുക. ഇനി നിങ്ങൾ അപ്പിയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കോളംസ് ഫീൽഡുകൾ ബ്ലാങ്ക് ആയിരിക്കും. മീൻസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പിയറിംഗ് ആയതുകൊണ്ട് മാക്സിമം മാർക്കും നിങ്ങൾക്ക് അക്യൂർ ചെയ്ത മാർക്കും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹോൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യേണ്ടി വരും, എൻ്റർ ചെയ്ത്. അതേസമയം നിങ്ങൾ പാസ്ഡ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ്, മീൻസ് ടോട്ടൽ മാർക്കും എത്ര മാർക്ക് നിങ്ങൾ അക്യൂർ ചെയ്യുന്നുള്ള എന്ത് ചെയ്യുക, ഈ 2 ഫീൽഡ് ഫില്ല് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾക്ക് എക്സാം സെന്റർ ഓപ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് 3 സെന്റേഴ്സ് ആണ് നോർമൽ വരുന്നത്. അത് ഏത് സെന്റർ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ സെന്റർ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ള പേജ് ആണ് വരുന്നത്. അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിഫേർഡ് പേയ്മെന്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ആൾക്ക് 1300-ഉം SC/ST-ക്കാർക്ക് അവരവരുടെ ഫീസും കൊടുത്ത് എന്ത് ചെയ്യാം, ഈ പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ നേരത്തെ ക്ലെയിം ചെയ്ത കാര്യങ്ങളും അല്ലാതെ നിങ്ങൾക്ക് ജനറലായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് എല്ലാവർക്കും കോമൺ ആണ്. പിന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ കൊടുക്കുന്ന റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഇവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം.
അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് SLCയോ പാസ്പോർട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതേപോലെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങളുടെ പാസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫൈങ്, നിങ്ങൾ അപ്പിയറിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫൈ എക്സാം ഹോൾ ടിക്കറ്റ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഡിക്ലറേഷൻ ആണ്. നമ്മൾ ഇത്രയും കൊടുത്ത കാര്യങ്ങൾ പ്രോപ്പർ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങളുടെ പേര് ഇവിടെ വരും, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദറിന്റെ പേര് ഇവിടെ വരും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവും.